ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ലേസർ ഡിസ്കസ് ചെയ്തു. അപ്പോ കുറച്ച് റൂബി ലേസേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. So first question, which of the following is used as the pumping source for Ruby laser? ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. പറയാം, പമ്പിംഗ് സോഴ്സ് റൂബി ലേസർ പമ്പിംഗ് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഫ്ലാഷ് ലാമ്പ്. അതെ, ഫ്ലാഷ് ലാമ്പ് ആണ് നമ്മൾ ലേസേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഐ സർജറിക്ക് ഉപയോഗിക്കുന്ന ലേസേഴ്സ് ഇപ്പോ 1-2 ലേസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് CO2 ലേസേഴ്സും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിന്റെ മെയിൻ ആപ്ലിക്കേഷൻ പറയുന്നത് നമ്മൾ പറഞ്ഞ ഇലക്ട്രിക്കൽ വെൽഡിംഗ് ആപ്ഷൻ അതുപോലുള്ള ആപ്ലിക്കേഷൻസിനാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ CO2 ലേസേഴ്സും ഐ സർജറിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റൂബി ലേസേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ലേസർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള എക്സൈമർ ലേസേഴ്സ് ഒരു മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഐ സർജറിക്ക് ഉപയോഗിക്കുന്ന ലേസറാണ്. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഐ സർജറിക്ക് റൂബി ലേസർ ഉണ്ടെന്നാണോ പറയുന്നത്? അതെ അതെ, ഉപയോഗിക്കുന്നുണ്ട്. So which of the following is a characteristics of Ruby laser? അപ്പൊ ഐ സർജറിക്ക് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഇപ്പോ ഞാൻ പറഞ്ഞ എക്സൈമർ ലേസർ എന്ന് പറയുന്നത് ഒരു കോമൺലി യൂസ്ഡ് ലേസർ ആണ് ഐ സർജറിക്ക്. അതുപോലെ തന്നെ റൂബി ലേസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഈ പറഞ്ഞ CO2 ലേസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. CO2ന്റെ മെയിൻ ആപ്ലിക്കേഷൻസ് വരുന്നത് മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻസ് ആണ്. വെൽഡിംഗ് അതുപോലുള്ള ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ആണ് മെയിൻ ആപ്ലിക്കേഷൻസ്. കാരണം ലേസർ ടെക്നിക്ക് എന്ന് പറയുന്നത് മിക്ക ഐ സർജറിക്ക് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് അത് മെഡിക്കൽ ആപ്ലിക്കേഷൻസ് വരുമ്പോൾ അതിനകത്ത് അത് പറയാം. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൂബി ലേസർ? ഇത് ഈസിയാണ്. അതാണ് ഫസ്റ്റ് സോളിഡ് സ്റ്റേറ്റ്. അതെ, സോളിഡ് സ്റ്റേറ്റ് ലേസർ ആണ് റൂബി ലേസർ. സോ അത് ഇൻവെന്റ് ചെയ്ത പേരൊക്കെ ലിസ്റ്റ് വേണമെങ്കിൽ നോക്കി വെക്കാം. വാട്ട് ഈസ് എ പ്രൈമറി ആപ്ലിക്കേഷൻ ഓഫ് റൂബി ലേസർ? ഇതാണ് നമ്മൾ പറഞ്ഞത്. ഒരു മെയിൻ ആപ്ലിക്കേഷൻ വരുന്നത് നമ്മുടെ മെഡിക്കൽ സർജറി. ഓപ്ഷൻ എ ആണ്. ജസ്റ്റ് മാർക്ക് ചെയ്ത് പോവാം. നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞത് ഫ്ലാഷ് ലാമ്പ് ആണ്. രണ്ടാമത്തത് സോളിഡ് സ്റ്റേറ്റ് ലേസർ എന്ന് പറഞ്ഞു. മൂന്നാമത്തത് മെഡിക്കൽ സർജറി. അതിനകത്ത് വരുന്നതാണ് നമ്മുടെ ഐ സർജറി. അതൊക്കെയാണ് അതിനകത്ത് റൂബി ലേസേഴ്സിന്റെ മെയിൻ ആപ്ലിക്കേഷൻസ് ആയിട്ട് പറയുന്നത്. റെറ്റിനൽ, അതായത് ഐ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് റൂബി ലേസേഴ്സ് ആണ്. Then what is the duration of pulses produced by a Ruby laser? Long duration pulses. അത് ഷോർട്ട് ആണ്. വെരി ഷോർട്ട് ഹൈ ഇന്റൻസിറ്റി പൾസസ് ആണ്.
lasers produce ചെയ്യുന്നത്, OB lasers produce ചെയ്യുന്നത് very short high intensity pulses ആണ്. What type of laser cavity is used in OB laser? അത് നിങ്ങൾക്ക് അറിയാം. ശരിക്കും ബിയും സിയും തമ്മിലുള്ള ഒരു ചെറിയ റിലേഷൻ ഇതുണ്ട്. അതായത് റെസ്റ്റോറന്റ് ക്യാവിറ്റീസ് ആണ് നമ്മൾ ആ യൂസ് ചെയ്യുന്ന റെസ്റ്റോറന്റ് ക്യാവിറ്റി എന്ന് പറയുന്നത് ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് എൻഡ് സ്ട്രക്ചർ ആണ്. പക്ഷെ ഓപ്ഷൻ സി തന്നെയാണ്, റെസ്റ്റോറന്റ് ക്യാവിറ്റി ആണ് OB ലേസേഴ്സിനകത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ സ്ട്രക്ചർ ചോദിക്കുമ്പോൾ അതൊരു ഫ്ലാറ്റിംഗ് സ്ട്രക്ചർ ആണ്. So, OB lasers typically use flattened cavity where one end is a mirror, partially reflecting, and other is a highly reflecting mirror. അങ്ങനെ arrangement ആണ് ഈ OB lasers-നകത്ത് വരുന്നത്. Then what is the approximate efficiency of OB laser? Efficiency കൂടുതലായിരിക്കോ കുറവായിരിക്കോ? അങ്ങനെ ഹൈ ഇന്റൻസിറ്റി കുറവായിരിക്കും കേട്ടോ. 1% ഒക്കെയാണ് അതിന്റെ നിയറസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. അറൌണ്ട് 1% ആണ്. അപ്പൊ ലോ എഫിഷ്യൻസി ആണെന്ന് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. OB lasers have relatively low efficiency. നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് ഹൈ ഇന്റൻസിറ്റി പൾസസ് ആണ്. അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് വരുന്നതാണ്. Which material is used as a reflective mirror at one end of a OB laser? സിൽവർ ഗോൾഡ് ഹൈ റിഫ്ലക്റ്റീവ് കോട്ടിങ്സ് ആണ്. സിൽവർ ഗോൾഡ് ഹൈ റിഫ്ലക്റ്റീവ് കോട്ടിങ്സ്. Then what is the primary reason for using synthetic ruby lasers, ruby crystals in ruby lasers instead of natural rubies? അറിയായിരിക്കും, ഓപ്ഷൻ നോക്കുമ്പോഴേ മനസ്സിലാവും ഏതാണ്. ഓപ്ഷൻ എ ആണ്. ബെറ്റർ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ടാണ് സിന്തറ്റിക് റൂബി ക്രിസ്റ്റൽസ് യൂസ് ചെയ്യുന്നത്. Which of the following is a limitation of ruby laser? Low output. D ആണ്. Difficulty in maintaining population inversion. എഫിഷ്യൻസി കുറവാണ്. അതേപോലെ തന്നെ ഇതാണ് റീസൺ. So there's difficulty in maintaining the population. നമ്മൾ ഡിസ്കസ് ചെയ്താണ് പോപ്പുലേഷൻ ഇൻവേർഷൻ എന്നുള്ളത്. For a long period അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി ഉണ്ട്. അതാണ്. What is the application of lasers in holography? ഒരു 3D imaging technique ആണ് ഈ holography എന്ന് പറയുന്നത്. Recording the image of an object to produce three-dimensional image. അതെ. Holography means അതിന്റെ ഡെഫിനിഷൻ ആണ്. Holography means ഒരു 3D imaging technique ആണ് hologram എന്ന് പറയുന്നത്. So lasers are used to record light reflected from an object into a photographic plane, creating a 3D image. അതാണ് hologram എന്ന് പറയുന്നത്. Which type of laser is most commonly used in laser printers? Laser printer. Semiconductor laser. അതെ സെമികണ്ടക്ടർ ലേസേഴ്സ് ആണ്. നമ്മൾ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന ലേസർ ആണ്. Which laser is commonly used in laser light shows? ചുമ്മാ ആപ്ലിക്കേഷൻസ് വരുന്നതുകൊണ്ട് ഞാൻ ഇട്ടേ ഉള്ളൂ. Which laser is commonly used for laser light shows? ആർഗൺ ലേസർ ആണ്. 12. Which laser is typically used in dental applications for procedures such as teeth whitening or cavity removal? അത് ഡയോഡ് ലേസേഴ്സ് ആണ്. Which laser is used in the process of laser spectroscopy to identify gases in the atmosphere?
ഇതും ഡയോഡ് ലേസേഴ്സിന്റെ. ഡയോഡ് ലേസർ എന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടർ ലേസർ തന്നെയല്ലേ? അതെ അതെ, സെമി കണ്ടക്ടർ ലേസർ ആണ്. അതിന്റെ ആപ്ലിക്കേഷൻസിനകത്ത് വരുന്നതാണ് ഇത്. സ്പെക്ട്രോസ്കോപ്പി എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഐഡന്റിഫൈ ഗ്യാസ്. ഞാൻ അത് നോക്കുന്നില്ല. സ്പെക്ട്രോസ്കോപ്പിയുടെ ഒരു ആപ്ലിക്കേഷൻ എക്സ്പ്ലനേഷൻ അതോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. Which of the following is the core principle behind the operation of ഇനി ഞാൻ അത് ആ റൂബി ലേസൺ ആണ് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചിരുന്നത്. അപ്പം ബാക്കി ഇനി കുറെ ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾക്ക് അയച്ചു തരാം. ഇനി നമ്മുടെ ഒപ്റ്റിക്സിലേക്ക് വരുവാണ്. ഒപ്റ്റിക്സ് നമ്മുടെ ഫൈബറിന്റെ ക്ലാസിഫിക്കേഷൻ, അതിന്റെ പ്രിൻസിപ്പിൾ ഒക്കെ റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കോർ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ ഓപ്പറേഷൻ ഓഫ് ഫൈബർ ഒപ്റ്റിക്സ്? അറിയാവുന്നതാണ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പൊ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. നമുക്ക് അതിന്റെ ഫൈബറിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് കോറുണ്ട്, വേറൊന്നുണ്ട്, കോറുണ്ട്, പിന്നെ അതിന് പുറത്ത് ക്ലാഡിങ്, പിന്നെ ഒരു ഔട്ടർ ജാക്കറ്റ് സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ കോറും ക്ലാഡിങ്ങും വെച്ചിട്ട് അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറെന്റ് ആണ് രണ്ടിന്റെയും. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഒക്കെ പറയുന്നത്. സോ അതാണ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ് നമ്മൾ ഫൈബർ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതും വരുന്നുണ്ട്. ഫൈബർ കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു ബ്ലോക്ക് ഡയഗ്രവും അതിന്റെ സ്ട്രക്ചറും, പിന്നെ അതിനകത്ത് യൂസ് ചെയ്യുന്ന ലൈറ്റ് സോഴ്സസും ലൈറ്റ് ഡിറ്റക്ടേഴ്സും ഏതൊക്കെയാണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. വിച്ച് മെറ്റീരിയൽ ഈസ് മോസ്റ്റ് കോമൺലി യൂസ് ടു മാനുഫാക്ചർ ദ കോർ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്? അറിയാവുന്നതായിരിക്കും. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? കോറായിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ്? Which material is commonly used to manufacture the core of optical? ഏതാണ്? ഗ്ലാസ് ആണ്. അത് തന്നെ, ഗ്ലാസ് അല്ലെങ്കിൽ സിലിക്ക. സിലിക്കൺ എന്ന് പഠിച്ചു നോക്കില്ല. സിലിക്കൺ വേറെയാണ്. സിലിക്കൺ ഗ്ലാസ് അല്ലെങ്കിൽ സിലിക്കയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ബെറ്റർ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ അതാണ് യൂസ് ചെയ്യുന്നത് കോറൊക്കെ ആയിട്ട്. What is the numerical aperture of an optical fiber? അത് എന്താണ്? ന്യൂമറിക്കൽ അപ്പേർച്ചറിന്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ? എന്താണ് ന്യൂമറിക്കൽ അപ്പേർച്ചറിന്? നമ്മുടെ അക്സെപ്റ്റൻസ് ആംഗിളുമായിട്ടൊക്കെ റിലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, കോണിന്റെയും ക്ലാഡിങ്ങിന്റെയും തമ്മിൽ റിലേഷൻസ് ഉണ്ട്. അതൊക്കെ അറിഞ്ഞിരിക്കണം. അത് വെച്ച് പ്രോബ്ലം ചോദിക്കണമെന്നില്ല. കാരണം ചോദിച്ചാൽ ഈസി ആയിട്ട് ചെയ്യാം. ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ ഇത് ശരിക്കും ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ ആണ്. അതെന്താണ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂമറിക്കൽ അപ്പേർച്ചർ ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഫൈബർ. മെഷർ ഓഫ് ലൈറ്റ് ഗാദറിംഗ് എബിലിറ്റി. അതെ അതെ, മെഷർ ഓഫ് ലൈറ്റ് ഗാദറിംഗ് എബിലിറ്റി. അതെ, ഓപ്ഷൻ ബി ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ പോയിന്റ് ആണ് ആദ്യം പഠിക്കേണ്ടത്. അത് എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആ കോറും ക്ലാഡിങ്ങും വെച്ചിട്ട് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബറിനെ ആ ഒരു പാരാമീറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? എബിലിറ്റി അല്ലെങ്കിൽ ലൈറ്റ് ഗാദറിംഗ് എബിലിറ്റി ഓഫ് എ ഫൈബർ. അതാണ് ന്യൂമറിക്കൽ അപ്പേർച്ചർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇക്വേഷൻ മാത്രം പഠിച്ചാൽ പോരാ. വരുന്നുണ്ട്. റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ. n1 എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ പഠിക്കുന്നതിനെ കേട്ടത് കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈറ്റ അല്ലെങ്കിൽ n1 n2 എന്ന് പഠിക്കുന്നതായിരിക്കും. n2 ഇത് ക്ലാഡിംഗ്. അക്സെപ്റ്റൻസ് ആംഗിളുമായിട്ട് റിലേഷൻ വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ പഠിക്കുന്നതാണ്. ഇതാണ് ശരിക്കുള്ള റിലേഷൻ. റൂട്ട് ഓഫ് കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ സ്ക്വയർ മൈനസ് ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സ്ക്വയർ വരുന്നുണ്ട്. ഞാൻ അതാണ് മെൻഷൻ ചെയ്യാനുള്ളത്. ഇവിടെ അത് പറയുന്നത് ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് ഓഫ് കോർ ആൻഡ് ക്ലാഡിംഗ്. അത് വെച്ചിട്ടാണ് നമ്മൾ ന്യൂമറിക്കൽ അപ്പേർച്ചർ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിന് അക്സെപ്റ്റൻസ് ആംഗിളുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട്. അതും വരുന്നുണ്ട്. സോ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം
ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.